السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരും എന്നാണ് ഖുതുബയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അപകടങ്ങളിൽ നമ്മൾ അനാവശ്യമായി ചെന്നുപെടാനും പാടില്ല. ഇപ്പോ ഈ ആഴ്ചയിൽ നമ്മൾ വായിച്ച വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയായിരുന്നു. ഒരു കുടുംബം വെള്ളക്കെട്ടിൽ ഒലിച്ചു പോവുകയും പ്രധാനമായും 2 കുഞ്ഞുങ്ങൾ ബോംബെ ഭാഗത്ത് മരിച്ചു പോവുകയും ചെയ്ത ഒരു ദാരുണമായ വാർത്ത. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനവറുകൾ പല വിഷയത്തിലും രചിച്ച ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഷയത്തിൽ രചിച്ച ഗ്രന്ഥമാണ് അൽ ബാഹത്തു ഫീ ഫദ്ലി സിബാഹ. നീന്താൻ പഠിക്കുന്നതിൻ്റെയും നീന്തുന്നതിൻ്റെയൊക്കെ മഹത്വം പറയാൻ വേണ്ടി മാത്രം ഒരു ഗ്രന്ഥം. എന്നിട്ട് മഹാനവറുകൾ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞു, കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ വെള്ളത്തിൽ വീണാൽ മുങ്ങി മരിക്കാതെ രക്ഷപ്പെടാൻ ആവശ്യമുള്ള നീന്തൽ പരിശീലനം കൊടുത്തിരിക്കണം. എന്നിട്ട് മഹാനവറുകൾ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസും ആ ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അബൂ റാഫി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ, മക്കൾക്ക് ഒരുപാട് കടപ്പാട് മാതാപിതാക്കളോടുണ്ടല്ലോ, അതുപോലെ തിരിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് എന്തെങ്കിലും ഹക്ക് വീട്ടാനുണ്ടോ, എന്തെങ്കിലും ബാധ്യത രക്ഷിതാക്കൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുക്കുന്നുണ്ട്, നഅം, അതെ. ഹഖുൽ വലദി അലൽ വാലിദി അൻ യുഅല്ലിമുഹുൽ കിതാബത വസ്സിബാഹത വറമ്യ. കുട്ടികൾക്ക് ചെറുപ്പത്തിൽ എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കണം. അമ്പെയ്ത്ത് മത്സരം, അമ്പെയ്ത്ത് പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ നീന്താനും പഠിപ്പിച്ചു കൊടുക്കണം. അത് ഒരു രക്ഷിതാവിന്റെ ബാധ്യതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. നീന്താൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് രക്ഷിതാവിന്റെ കടമയാണ് എന്നല്ല ചില ആളുകൾ പറഞ്ഞു, എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് കുട്ടികൾക്ക് നീന്താൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അല്ലിമു അബ്നാഅക്കും അൽ ഔം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ, ഔമു എന്ന് പറഞ്ഞാലും സിബാഹത്ത് എന്ന് പറഞ്ഞാലും രണ്ടും നീന്തൽ എന്നത് എനിക്ക് അറബിയിൽ പ്രയോഗിക്കുന്ന 2 പ്രയോഗങ്ങളാണ്. സമഖ്ശരി പറഞ്ഞു രണ്ടും ചെറിയൊരു വ്യത്യാസമുണ്ട്. സിബാഹത്ത് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ മുകളിൽ കൂടി നീന്തുന്നതിനാ പറയാ. ഔമു എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഉള്ളിൽ കൂടി നീന്തുന്നതിനാ പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നീന്താൻ പഠിപ്പിച്ചു കൊടുക്കണം. ഈ ഹദീസ് അൽ ജാമിഉ സ്വഗീറിൽ സുയൂത്തി ഇമാം കൊണ്ടുവന്നു. ഹദീസ് വിശദീകരിക്കുമ്പോൾ ഫൈദുൽ ഖദീറിൽ ഇമാം മുനാവി തങ്ങൾ പറഞ്ഞു, പഴയ കാലത്ത് ജീവിച്ചിരുന്ന പ്രഗത്ഭനായ രാജാവായിരുന്നു അബ്ദുൽ മലിക് ബിൻ മർവാൻ. അദ്ദേഹം തന്റെ മകനെ കൈയും പിടിച്ചു കൊണ്ടുപോയി എവിടേക്ക്? അക്കാലഘട്ടത്തെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്ന ഷഅബി എന്ന് പറയുന്നവരുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഉസ്താദിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ, എന്റെ മോനിക്ക് നിങ്ങൾ കിതാബോത്തെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നീന്താനാണ്. നീന്താനാണ് ആദ്യമായി എന്റെ മോനിക്ക് നിങ്ങൾ പരിശീലനം കൊടുക്കേണ്ടത്. എന്തുകൊണ്ട്? ഫഇന്നഹും യജിദൂന മൻ യക്തുബു അൻഹും വലാ യജിദൂന മൻ യസ്ബഹു അൻഹും. എന്റെ മക്കൾക്ക് എഴുത്തറിയില്ലെങ്കിൽ എഴുതി കൊടുക്കാൻ വേറെ ആളുണ്ടാവും. എന്റെ മക്കൾക്ക് വായന അറിയില്ലെങ്കിൽ വായിച്ചു കൊടുക്കാൻ വേറെ ആളുണ്ടാവും. അതേസമയം എന്റെ മക്കൾ എങ്ങാനും വെള്ളത്തിൽ മുങ്ങാൻ പോകുമ്പോ വേറൊരുത്തം നീന്തിയത് കൊണ്ട് കാര്യണ്ട, എന്റെ മോൻ തന്നെ നീന്തണ്ടേ. അതുകൊണ്ട് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് എന്റെ മക്കൾക്ക് നിങ്ങൾ ആദ്യമായിട്ട് നീന്താൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് അബ്ദുൽ മലിക് ബിൻ മർവാൻ ഉസ്താദിന് പറഞ്ഞു കൊടുത്തു എന്ന് ഫൈദുൽ ഖദീറിൽ നമുക്ക് കാണാം. അപ്പൊ മക്കൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീന്താൻ അറിയുമായിരുന്നോ, നബി തങ്ങൾ നീന്തിയിരുന്നോ എന്ന ഒരു ചർച്ച ഞാൻ നേരത്തെ പറഞ്ഞ സുയൂത്തി ഇമാമിന്റെ ആ കിതാബിലുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീന്താൻ അറിയാമായിരുന്നു, നബി തങ്ങൾ നീന്താറും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 6-ാം വയസ്സിൽ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ മദീനത്തുള്ള അമ്മാവന്മാരുടെ അടുത്തേക്ക് നബി തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയപ്പോ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. ബിഉർ ബനി അദീ ഇബ്നു നജ്ജാർ എന്നായിരുന്നു ആ കുളത്തിന്റെ പേർ. ബനു അദീ ഗോത്രക്കാരുടെ സ്പെഷ്യൽ കുളം. ആ കുളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ാം വയസ്സിൽ തന്നെ നീന്താൻ പഠിച്ചിരുന്നു. പിന്നീട് നീന്താനുള്ള അവസരം കിട്ടുമ്പോഴെല്ലാം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, സ്വഹാബത്തും നബിതങ്ങളും കാനോ യസ്ബഹൂന ഫീ ഗദീർ, എവിടെയെങ്കിലും വെള്ളക്കെട്ടോ ജലാശയമോ ചെറിയ അരുവിയോ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നീന്താറുണ്ടായിരുന്നു. അമ്പെയ്ത്തുകാരെയും നീന്താൻ അറിയുന്ന ആളുകളെയും നബിതങ്ങൾക്ക് പ്രത്യേകം ഇഷ്ടമായിരുന്നു, അവരെ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കലുണ്ടായിരുന്നു എന്നെല്ലാം മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പൊതുവെ സറയില് എല്ലാ മത്സരങ്ങൾക്കും അലൗഡ് ഇല്ല. യുദ്ധത്തിന് ഉപകാരപ്പെടുന്ന മത്സരങ്ങൾക്കൊക്കെ സറയിൽ അലൗഡ് ഉണ്ട്. അക്കൂട്ടത്തിൽ മഹാന്മാർ എണ്ണിയിട്ടുണ്ട്. ബാജൂരിയിൽ പ്രത്യേകം പറഞ്ഞു, നീന്തൽ മത്സരം സംഘടിപ്പിക്കാം, ജായിസ, പൈസ വെച്ചിട്ട് പറ്റൂല, അല്ലാതെ നീന്തൽ മത്സരം സംഘടിപ്പിക്കാം. അല്ലെങ്കിൽ വെള്ളത്തിൽ ആരാ ഏറ്റവും കൂടുതൽ നേരം മുങ്ങിയിട്ട് നിൽക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയുള്ള മത്സരം, അതും പറ്റുമെന്ന് ആശയത്തിൽ ബാജൂരിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല മേഖലയിലായിട്ട് മഹാന്മാർ ഇതെല്ലാം പഠിപ്പിച്ചെന്തിനാ? നമ്മുടെ മക്കൾ വെള്ളക്കെട്ടിൽ വീണ് അപകടത്തിൽപ്പെടാതിരിക്കാൻ, മുങ്ങി മരിച്ചു പോകാതിരിക്കാൻ. സംഗതി മുങ്ങി മരിച്ച ആളുകൾക്ക് വലിയ ശുഹദാഇന്റെ പ്രതിഫലം ആഖിറത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ അബദ്ധത്തിൽ മനഃപൂർവ്വം ചെന്ന് പെടാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ വലിയ ശ്രദ്ധ വേണം. ഞാൻ ഓർക്കുന്നു, ഫതാവൽ കുബ്രയിൽ ഇബ്നു ഹജർ തങ്ങൾ ഒരു മസല പറഞ്ഞത് എത്ര ഗുരുതരമാണ്. കിതാബുൽ ജിറാഹിൽ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് പറഞ്ഞു, അവരോട് വന്നിട്ട് ആരോ ചോദിച്ചു, ഒരു കുഞ്ഞ് ജനിച്ചപ്പോ ആ കുഞ്ഞിന്റെ പൊക്കിൾ കൂടി മുറിച്ചു മാറ്റുന്നത് നിർബന്ധമാണല്ലോ. ഫത്തുൽ മൊയ്നും പറഞ്ഞിട്ടുണ്ട്, പൊക്കിൾ കൂടി മുറിച്ചു മാറ്റണം. എങ്ങനെയാ മുറിച്ചു മാറ്റേണ്ടത്? പൊക്കിൾ കൂടി എന്തെങ്കിലും കയറുകൊണ്ടോ മറ്റോ കെട്ടിയ ശേഷമാണ് മുറിച്ചു മാറ്റേണ്ടത്. ഇത് ഭക്ഷണം തടഞ്ഞു നിൽക്കാനാ. ആ മസലയുമായി ബന്ധപ്പെട്ട് ഇബ്നു ഹജർ തങ്ങളോട് ആരോ ചോദിച്ചു, ഒരു പെണ്ണ് പ്രസവിച്ച കുട്ടിയുടെ പൊക്കിൾ കൊടി കയറുകൊണ്ട് കെട്ടാതെ മുറിച്ചു, എന്നിട്ട് ആ കുട്ടി അതു കാരണം മരിച്ചുപോയി. ആ പെണ്ണിന്റെ അടുത്ത് ഒരുപാട് ആളുകൾ ഇത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ പൊക്കിൾ കൊടി മുറിച്ചു മാറ്റിയതായ പെണ്ണ് ഉത്തരവാദിയാണോ അല്ലേ? ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ആ പെണ്ണ് പൊക്കിൾ കൊടി മുറിച്ചു മാറ്റുമ്പോൾ കയറ് കെട്ടാത്തതിന്റെ പേരിൽ അവൾ പ്രതികാര കൊലക്ക് വരെ ഇരയാക്കപ്പെടേണ്ടവളാണ്. കാരണം കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. എന്നാ മുറിച്ചു മാറ്റിയ പെണ്ണിനെ മാത്രമാണോ ഖിസാസ് എടുക്കേണ്ടത്? അല്ലെങ്കിൽ അവിടെ നോക്കി നിന്നിരുന്ന എല്ലാ ആളുകളെയും ഖിസാസ് എടുക്കണോ? അവർക്ക് ഈ പെണ്ണിനോട് പറയായിരുന്നല്ലോ പൊക്കിൾ കൊടി മുറിച്ചു മാറ്റുമ്പോൾ കയർ കെട്ടണമെന്ന്. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, രണ്ടഭിപ്രായം പണ്ഡിതന്മാരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ചില ആളുകൾ ആ പൊക്കിൾ കൊടി മുറിച്ചു മാറ്റിയ പെണ്ണിനെ മാത്രമല്ല, ആ പൊക്കിൾ കൊടി മുറിച്ചു മാറ്റുന്ന സമയത്ത് ഈ ക്രൂരകൃത്യത്തിൽ നിന്ന് ആ പെണ്ണിനെ തടയാത്തവരെ വരെ പ്രതികാര കൊലക്ക് ഇരയാക്കണമെന്ന് വരെ ഇബ്നു ഹജർ തങ്ങൾ ഫതാവൽ കുബ്രയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആരാന്റെ കാര്യത്തിൽ ഇടപെടുമ്പോൾ എത്ര ശ്രദ്ധിക്കണം. അപ്പൊ മക്കളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. വെള്ളക്കെട്ടിൽ മുങ്ങി മരിക്കാൻ സാധ്യതയുള്ള വെള്ളക്കെട്ടിലേക്ക് പറഞ്ഞേക്കരുത്. പറഞ്ഞേക്കുമ്പോ കൂടെ നീന്താൻ അറിയുന്ന ആരെങ്കിലും പറഞ്ഞേക്കണം. അല്ലെങ്കിൽ നമ്മൾ നീന്താൻ പരിശീലനം കൊടുക്കണം. ഈ രീതിയിൽ മക്കൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ വളരെ വലിയ ജാഗ്രത ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച്. ഇന്നലെ ഇപ്പോ കണ്ണൂർ ജില്ലയിൽ 2 പെൺകുട്ടികൾ വെള്ളത്തിൽ വീണ് മരിച്ചുപോയി. ഭൂരിഭാഗവും ഇങ്ങനെ മരിക്കുന്നതെല്ലാം എന്താ? ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട്. സുബ്ഹാനല്ലാഹ്. ഹജ്ജിന്റെ ബാബിൽ ഹജ്ജിന് വേണ്ടി നിർബന്ധമായ ഹജ്ജിന് വേണ്ടി പോകുന്നവൻ വരെ അപകട സാധ്യത ഉണ്ടെങ്കിൽ കടലിൽ കൂടി യാത്ര ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞു. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങൽ നിർബന്ധമല്ലേ ഇസ്ലാമിൽ ഹജ്ജ് എന്ന് പറയുന്നത്? ഹജ്ജിനോ ഉംറക്കോ നിർബന്ധമായ ഹജ്ജ് ഉംറക്ക് വേണ്ടിയിട്ട് പോകുന്നവൻ വരെ സലാമത്ത് ഗാലിബാണെങ്കിൽ പോണെന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഏറെ ഉണ്ടെങ്കിൽ മാത്രമേ കടലിൽ കൂടി യാത്ര ചെയ്തിട്ട് ഹജ്ജിനും ഉംറക്കും പോകാൻ പാടുള്ളൂ. അല്ലാത്തോനിക്ക് ഹജ്ജും ഉംറയും നിർബന്ധമേ ഇല്ല എന്നാ. അപ്പൊ ഈ ചെറിയ ദുനിയാവിലെ താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മക്കളെ അപകടത്തിൽ ചെന്ന് പെടുത്തുന്നത്, നമ്മൾ സ്വയം അപകടത്തിൽ പോയി വീഴുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മഹത്യക്ക് വരെ കുറ്റം ചുമത്താൻ കാരണമായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും കുടുംബത്തെയും സലാമത്താക്കട്ടെ.